അപരിചിതർ മാത്രമുള്ള ഒരു ലൊക്കേഷനിലേക്കൊക്കെ ലാലിന് വലിയ പാടാണ്. ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ, അയാൾ മമ്മൂട്ടിക്കൊന്നും പ്രശ്നമില്ല, അവൻ്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ അവനെ വിളി എന്ന് പറയുന്നതാണ് അയാൾ. പക്ഷെ അതുകൊണ്ട് ഈ മോഹൻലാലിൻ്റെ മാതിരി ഇത്രയും നൈസർഗിക എബിലിറ്റി ഉള്ള ഒരാളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ പോകുന്നുണ്ടോ? അതല്ലേ അവരുടെ പക്ഷത്തു നിന്നും ഒരു ചൂട് മുന്നോട്ട് വരണ്ടേ. ഇപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയെ ലാലിന് ചിലപ്പോൾ സിനിമകൾ കണ്ടു കാണും, അയാളെ കൊള്ളാം. അപ്പോഴും നിർമ്മാതാവിൻ്റെ സ്ഥാനത്തൊക്കെ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഷിബു, ബേബി ജോണും ബേബി മറയൻ ബാബുവും ഒക്കെ. അയാൾ അങ്ങനെ ഒരു മനുഷ്യനാണ്. ഇപ്പോഴും സ്ക്രീനിൽ മറ്റുള്ള ക്യാമറയുടെ മുമ്പിൽ 100 പേര് ഇടിക്കുന്നയാൾ ഒരു നല്ല ക്രൗഡുള്ളൊരു ലൊക്കേഷനിൽ കാറിൽ വന്നിരുന്നാൽ ഇറങ്ങിയാൽ, ഇപ്പം ഞാനുണ്ടെന്ന് വിചാരിക്കും, വന്ന് നമ്മളെ കൈ പിടിക്കും, കൈവിടും, കയ്യെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്രൗഡിനെ കടന്നു പോകാൻ ഇപ്പോഴും പ്രശ്നമുള്ള ആളാണ്. അയാൾക്കതൊരു, എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന എവിടെയാണ്, ആ മുറിക്കകത്ത് എത്തുമ്പോഴാണ് ഇയാൾ. മറ്റേയാൾക്ക് ഈ പറയുന്നത് പുരുഷാരം ഇല്ലെങ്കിലാ പ്രശ്നം, എന്നാലും ഇല്ലേ. ഒരു ഭാഷയെ ഇമിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്, അതിൻ്റെ ഒരു പ്രാദേശിക സ്വഭാവത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ. ഇപ്പോൾ തൃശ്ശൂർ സ്ലാങ് എന്ന് പറഞ്ഞിട്ട് പ്രാചീനങ്ങനെ പ്രകടമായി എന്തുട്ടാ അങ്ങനെയൊന്നും ചിലപ്പോൾ തൃശ്ശൂർകാരെ പറയണമെന്നൊന്നുമില്ല. അത് ഓരോ സന്ദർഭത്തിലാണ് ഓരോ വാക്കുകളും അവർ ഉപയോഗിക്കുന്നത്. പാലയിൽ രാജുവിൻ്റെ നോവലിലുള്ള സംഭാഷണം, പിന്നെ ഞാൻ പേരാമ്പ്രക്കാരനും അവൻ കടിയങ്കടക്കാരനാണ്, ഞങ്ങൾ തമ്മിൽ ഒരു 5-6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ചില സിനിമകളിലൊക്കെ ഒരു നാടകം പോലെ ആയി പോകുന്നൊരു അവസരങ്ങളുണ്ട്. ഡയലോഗ്സ് എഴുതിയാലും അത് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് കയ്യിൽ നിന്ന് പോകും. മമ്മൂട്ടി എന്നൊരു ആക്ടർ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? മമ്മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു വേരിയേഷൻ കിട്ടിയിരിക്കുന്നത്. ആള് ഡയലോഗ് പറയുന്നത് കൃത്യമാണ്, എക്സാജറേഷൻ ഇല്ല, അതിന് ഓവറായിട്ടൊന്നും ചെയ്യില്ല. അത് എന്തെങ്കിലും പറയാറുണ്ടോ സാർ? ഇങ്ങനെ പറയണമെന്ന് പറയാറുണ്ടോ? ഇല്ല, അയാൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ ചർച്ചകളിൽ തന്നെ ഇപ്പോൾ സ്ലാങ്ങിൻ്റെ സ്വഭാവം, പിന്നെ ഞാൻ എഴുതിയ ഡയലോഗുകൾ കാണുമ്പോൾ തന്നെ പുള്ളി അത്ര പിടുത്തം കിട്ടിയിട്ടില്ല, ആരോടെങ്കിലും ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് പുള്ളി അതിൻ്റെ ഒരു ഹോംവർക്ക് ഉണ്ട് പുള്ളിയിൽ. പുള്ളിക്ക് കൊടുക്കുന്ന സീനൊക്കെ അത് എന്നെ കൊണ്ട് വായിപ്പിക്കും, അതിൽ തന്നെ പുള്ളിക്ക് കിട്ടും. അപ്പം ലാൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ലാലിൻ്റെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട തൂവാനം തുമ്പിയുള്ള തൃശ്ശൂർ ഭാഷ വളരെ ബോറാണ്. പപ്പേട്ടനും ശ്രമിച്ചിട്ടില്ല, ലാലും ശ്രമിച്ചിട്ടില്ല. അത് തൃശ്ശൂർ സ്ലാങ്ങിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമം നടത്തുക ചെയ്തത്. നമുക്കൊരു നാരങ്ങളം കാച്ചാലോ ആ താളത്തിലൊന്നും അല്ല തൃശ്ശൂർക്കാരൻ സംസാരിക്കുക. എന്നാൽ ഇതേ ജയകൃഷ്ണൻ ക്ലാരിയോട് സംസാരിക്കുമ്പോൾ ശുദ്ധ റൊമാൻറ്റിക് പപ്പേട്ടൻ്റെ സാഹിത്യത്തിലാണ് സംസാരിക്കുന്നത്. ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിൽ മമ്മൂട്ടിക്ക് ഇത് ഒരു ഭയങ്കര എന്താ വെറൈറ്റി ആണല്ലോ വരുന്നത്. അദ്ദേഹം ഇംപ്രൂവൈസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇര അല്ലെങ്കിൽ അയാൾ രുചിച്ചാൽ കൊത്തുകയും പിന്നെ അതിനെ എങ്ങനെ ഭംഗിയാക്കി നമ്മളെ അത്ഭുതപ്പെടുത്താമെന്ന് ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ലാലല്ല, അതർവൈസ് ലാലിൻ്റെ ബോഡി ലാംഗ്വേജും ലാലിൻ്റെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ആക്ടറല്ലേ. അത് ലാൽ വളരെ മുമ്പേ തെളിയിച്ചിട്ടുള്ളതല്ലേ. ഗൾഫിൽ നിന്നും വന്ന് ബസ് വാങ്ങി പൊളിഞ്ഞ ആളായി നമ്മുടെ ഖൂർക്ക വേഷം കിട്ടിയ തൊഴിൽ രഹിത ഇപ്പുറത്ത് രാജാവിൻ്റെ മകനായാലും ഇതൊക്കെ അയാളും പിന്നെ അയാളുടെ ഭാഷയ്ക്ക് അയാളുടെ നേരത്തെ ആളമുണ്ട്. അത് ഞാനും തമ്മിൽ വളരെ മാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് വേറെ ചിലരോട് പറയുന്നത്. ഞാൻ എഴുതുന്നൊരു മീറ്റർ ലാലിന് രഞ്ജിയൊക്കെ പലയിടത്തും പറയാം, കൃത്യമായിട്ട് ലാലിനത് കിട്ടുന്നു. സോറി, ആൽഫ എന്നല്ല, അല്ലാതെ ഇപ്പോൾ സ്പിരിറ്റിൽ എന്താണ് ആൽഫ മെയിൽ? നിങ്ങൾ എന്താണ് അതിനെ മറക്കുന്നത് ബോധപൂർവം? ആ സിനിമ തുടങ്ങുന്നത്, ഹലോ, ഇയാൾ ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി പരാജയവുമാണെന്ന് അയാളുടെ എക്സ് വൈഫ് പറയുന്നിടത്താണ് ആ സിനിമ തുടങ്ങുന്നത്. അങ്ങനൊരു സിനിമ മലയാളത്തിൽ തുടങ്ങിയിട്ടില്ല. എല്ലാവരോടും പുച്ഛം. ഇംഗ്ലീഷിലൊരു നോവൽ എഴുതുന്നുണ്ടെന്ന് പറയുന്നു, അത് എഴുതുകയില്ല, പൂർത്തിയാക്കുകയില്ല. അങ്ങനെയാണ് ഒരു ഹീറോയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
അതിനെ കാണാൻ തയ്യാറേ അല്ല. ഇപ്പോഴും എനിക്കറിയില്ല, ഒറ്റപ്പാലത്തെങ്ങാണ്ട് വണ്ടി പിടിച്ച് നിൽക്കുകയാണ് ആൾക്കാർ രഞ്ജിത്തിൻ്റെ സിനിമകളെന്നും പറഞ്ഞു. അതാ സെൻ ഇയാൾ പറഞ്ഞില്ലേ, നീ ഇപ്പോഴും അവളെ ഞാനത് പുഴക്കാരെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞില്ലേ. ആ